ഹായ് ഫ്രണ്ട്സ്, വേദസ് വേൾഡിൽ ഇന്ന് ചീരയും ചക്കക്കുരും വെച്ചിട്ടുള്ള ഒരു ഉപ്പേരിയാണ്. അപ്പോൾ അതിന് ഞാൻ ഇവിടെ ചീരയും ചക്കക്കുരും ഒക്കെ നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിലേക്ക് ഒരു അരപ്പിന് വേണ്ടിയിട്ട് ഒരു മുറി നാളികേരവും കുറച്ച് മഞ്ഞൾപ്പൊടിയും പച്ചമുളകും കൂടി ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ഇനി ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് ഈ ഒരു നാളികേരവും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ഒരു കാര്യം അതിൽ വിട്ടുപോയിട്ടുണ്ട്, കുറച്ച് വെളുത്തുള്ളി വേണം. അത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അതിനുശേഷം അടുപ്പത്ത് ഞാൻ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുത്തു. അതിലേക്ക് കടുക് നന്നായി എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു സ്പൂണ് കടുകാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ കടുകെല്ലാം നന്നായി പൊട്ടി വന്നതിന് ശേഷം നല്ല വട്ടന കുനുകുനാന്നരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി കേട്ടോ, ചുവന്നുള്ളി, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മൂപ്പിച്ച് കൊടുക്കണം. അപ്പോൾ എൻ്റെ കടുകെല്ലാം നന്നായിട്ട് പൊട്ടി വരികയാണ് കേട്ടോ. അപ്പോൾ കടുകെല്ലാം പൊട്ടി വന്നതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു പിടി ചുവന്നുള്ളി ഇട്ട് കൊടുക്കുകയാണേ. അപ്പോൾ ചുവന്നുള്ളിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ആ ചുവന്നുള്ളി ഒന്ന് കളറൊക്കെ ഒന്ന് മാറി വരുന്ന വരെ, നന്നായിട്ടൊന്ന് മൂത്തൊരു ഗോൾഡൻ കളറായിട്ട് വരുന്ന വരെ നന്നായിട്ടൊന്ന് വെളിച്ചെണ്ണയിലിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ചുവന്നുള്ളിയൊക്കെ കളറൊക്കെ മാറി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പം അതിലേക്ക് ഞാൻ നന്നായി കഴുകിയ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചീര ഇട്ട് കൊടുത്തേക്കാണ്. ചീര ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. കാരണം ചീരയിൽ ഓൾറെഡി വെള്ളം ഉണ്ട്, ആൾക്കാരെ ഞാൻ വേറെ വെള്ളമൊന്നും ചേർക്കണില്ല. അപ്പോൾ അത് ഇട്ടതിന് ശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇപ്പം നമ്മുടെ ചീര നന്നായിട്ട് വാടി വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു സ്പൂണ് ഉപ്പിട്ട് കൊടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഞാൻ അതിലേക്ക് ചേർക്കാൻ പോകുന്നത് ആ അരപ്പാണ്. അരപ്പ് വെച്ചാൽ ആ നാളികേരവും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും വെളുത്തുള്ളിയും ചേർത്തിട്ടുള്ള അരപ്പ് ഞാൻ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തത് കേട്ടോ. അതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല മണമാണ്. ഒരു വെളുത്തുള്ളിയുടെയും മഞ്ഞൾപ്പൊടിയും എല്ലാതും കൂടി ഇട്ട് അരച്ച നല്ലൊരു മണം വരും. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് അങ്ങനെ ഇളക്കി അങ്ങോട്ട് യോജിപ്പിക്കുക. അങ്ങനെ അരപ്പ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇപ്പം നമ്മുടെ ചീരയൊക്കെ നന്നായി സെറ്റ് വന്നേക്കാണ്. അപ്പം അതിലേക്ക് ഞാൻ മുളകും പൊടി ഉപ്പും കൂടി ഇട്ടിട്ട് വേവിച്ച് വെച്ച ചക്കക്കുരിയാണ് കേട്ടോ ഇടുന്നത്. അപ്പോൾ മുളകും പൊടി ഉപ്പും കൂടി വേവിച്ച് വെച്ച ചക്കക്കുരും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് അങ്ങോട്ട് യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉപ്പേരി റെഡിയാവും. അപ്പോൾ വളരെ സിമ്പിളാണ്, ഒരു പ്രത്യേക ടേസ്റ്റാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു അരപ്പിൽ കുറച്ച് ജീരകം കൂടിയും ആഡ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ പച്ചമുളകും ജീരകവും വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പറാവും. അപ്പോൾ ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, വളരെ സിമ്പിളാണ്. അപ്പോൾ ഇനി വേദസ് വേൾഡിൻ്റെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ഫ്രണ്ട്സ്.